ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളിന്ന് വിചാരിച്ചു ഞങ്ങളുടെ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന ഒരു ഡേ ഇന്ന് എടുക്കാമെന്ന്. ഹോസ്റ്റലിൽ എങ്ങനെയാണ് ഡ്രസ്സ് വാഷ് ചെയ്യുന്നതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ ഇടപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്ത് തകർത്തേക്കാമെന്ന്. ഒരുപാട് ക്ലാരിറ്റി ഒന്നും ഉണ്ടെന്ന് വിചാരിക്കല്ലേ. അപ്പോൾ ഞങ്ങൾ നടന്ന് പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബ്ലോക്കിൽ നിന്നും സെക്കൻഡ് ബ്ലോക്കിലാണ് ഞങ്ങൾക്ക് വാഷിംഗ് ഏരിയ ആയിട്ടുള്ളത്. അപ്പം ഇവിടെ കുറേ സ്ഥലത്തുണ്ട്, പക്ഷേ ഞങ്ങൾക്കിഷ്ടം എപ്പോഴും ഒരു വാഷിംഗ് ഏരിയ ഉണ്ട് സെക്കൻഡ് ബ്ലോക്കിൽ. ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ അവിടുത്തെ വാഷിംഗ് മെഷീനൊക്കെ ഇരിക്കുന്ന ഏരിയയാണ് ഞങ്ങളുടെ. വാഷിംഗ് ഇവിടേക്കാണ് ഞങ്ങൾ ചെയ്യുന്നത് കറക്റ്റായിട്ട്. പക്ഷേ ഇപ്പോൾ ഇതിനെന്തോ ചെറിയ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ വാഷിംഗ് മെഷീനിൽ കഴുകുന്നില്ല. അല്ലെങ്കിൽ ഒട്ടുമിക്ക തുണികളും ഞങ്ങളെല്ലാവരും സാധാരണ നോർമലായിട്ട് കല്ലിൽ തന്നെയാണ് കഴുകുന്നത്. ഇതാണ് ഞങ്ങൾ വാഷ് ചെയ്യുന്ന ഏരിയ. ഈ കാണുന്നതൊക്കെ എൻ്റെ ചില കോലാഹലങ്ങളാണ്. നിങ്ങൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി മാത്രമാണെന്ന് വിചാരിക്കുന്നത്. നോർമലി ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഇത് നമ്മുടെ ചിന്നു, ഷാലു, ജോജി, പിന്നെ ഞാനുമാണ്. ഞങ്ങൾ തുണി കഴുകുകയാണ്. വീഡിയോ എടുക്കുന്നത് നമ്മുടെ ശ്രീലക്ഷ്മിയാണ്. വൈകുന്നേരം എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ചെയ്യുന്നത്. പിന്നെ ഇത് അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിന്നു 3 കല്ലിലായിട്ടാണ് തുണി കഴുകുന്നത്. ഒരിടത്ത് ബ്ലാങ്കറ്റ്, ഒരിടത്ത് നനച്ച് വെച്ച തുണി, ഒരിടത്ത് സാധാ ചെറിയ തുണികൾ, അങ്ങനെ പല പല സെക്ഷനായിട്ടാണ് കഴുകുന്നത്. അവളെയും കൊണ്ട് വാഷിംഗ് മെഷീൻ കേടായതുകൊണ്ട് ഇത് ഒറ്റയ്ക്ക് കഴുകാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ അതിനെ മണ്ടയ്ക്ക് കയറി ഇരുന്നും ചവിട്ടിയൊക്കെയാണ് ഞങ്ങളത് കഴുകിയെടുത്തത്. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, ഹോസ്റ്റലിൽ കാണുന്ന ഒരു സ്ഥിരം കലാപരിപാടിയാണ് ഈ നടക്കുന്നത്. ആദ്യമേ ഇവിടെ ഒരു ഉണങ്ങിയ തുണി കണ്ടു കഴിഞ്ഞാൽ ഒന്നിച്ചിങ്ങനെ നീക്കുന്നത്. ചിലപ്പോൾ ഉണങ്ങിയതോ ഉണങ്ങാത്തതോ എല്ലാം കാണും. പക്ഷേ ഇത് എൻ്റെ തന്നെ തുണിയാണ് കേട്ടോ. 2 ദിവസം അവിടെ ഇട്ട് നന്നായിട്ട് ഉണങ്ങിയ ഡ്രസ്സാണ് ഞാനിങ്ങനെ നീക്കിയത്. പിന്നെ എൻ്റെ ഡ്രസ്സ് സാധാരണ പിഴിഞ്ഞിട്ടാണ് വിരിക്കുന്നത്. ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ ചിതറുമെന്നൊക്കെ പറയില്ല. അപ്പോൾ അതുപോലെ അങ്ങനെ വെള്ളം ചിതറുമെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പരിപാടിയാണ്. അപ്പോഴത്തേക്കും ഇവിടെ പിള്ളേരിരുന്ന് കമൻ്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ മുഖം കാണിക്കുന്നില്ലെങ്കിലും കമൻ്റ് അടിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞു, അയ്യോ തുണി കഴുകുന്ന വീഡിയോ കിട്ടിയില്ല. എന്നാൽ പിന്നെ ഞാനിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് കഴുകിയ തുണി ചുമ്മാ ഇങ്ങനെ നല്ലൊരു കല്ലിൻ്റെ മണ്ടയ്ക്ക് വെച്ച് ചുമ്മാ ഇങ്ങനെ കുത്തി കാണിക്കുകയാണ്. സത്യത്തിൽ ഞാൻ തുണി എപ്പോഴേ കഴുകി കഴിഞ്ഞാണ് കേട്ടോ. എന്തൊക്കെ കാണിക്കാമോ അതെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ ജോജിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. പാവം ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് കണ്ടിട്ട്. എന്താ കാണിക്കണേന്ന്. ഇതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ബ്ലാങ്കറ്റ് കഴുകാൻ നമുക്ക് വാഷിംഗ് മെഷീനിൽ പറ്റാത്തതുകൊണ്ട് കയറുന്ന ചവിട്ടി കഴുകല. ഇതെന്നെ പഠിപ്പിച്ചത് ഞങ്ങളുടെ മണിപ്പൂരി സ്റ്റുഡൻസ് ആണ് കേട്ടോ. നല്ലൊരു ഐഡിയ ആണിത്. നമ്മളിതിന് മണ്ടയ്ക്ക് കയറുന്ന ചവിട്ടി കഴിയുമ്പോൾ എന്തോരം അഴുക്ക് പോകുമെന്നറിയോ. വാഷിംഗ് മെഷീനിലിട്ട് കറങ്ങുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ചവിട്ടി കഴിയുമ്പോൾ നന്നായിട്ട് പറ്റുമെന്ന്. നിന്ന് ചവിട്ടി ക്ഷീണിച്ചപ്പോൾ ഞാൻ ഇരുന്ന് ചവിട്ടാൻ തുടങ്ങി. എന്തായാലും നന്നായിട്ട് അഴുക്ക് പോകുന്നുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഹോസ്റ്റലേഴ്സ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കല്ലേ. പിന്നെ ഹൈജീൻ അല്ല, കാലിലൊക്കെ അഴുക്കാണില്ല, അങ്ങനെയൊന്നും പറയില്ല. നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ്. ഇത് ഞങ്ങളുടെ ഹോസ്റ്റലിലെ സ്വന്തം തക്കുടുവാവയാണ്. ഇപ്പോൾ ഇവിടെ ഹോസ്റ്റലിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവൻ്റെ ഡ്യൂട്ടി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി കളിക്കുക. ചോറ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഞങ്ങളുടെയാണ്. രാവിലെ കതക് തുറന്നിട്ട് കയറും അകത്ത്. ഇപ്പം ഞങ്ങളുടെ കൂടെ തുണി കഴുകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ആ ബ്ലാങ്കറ്റ് കഴുകല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ടത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ കാണാനുണ്ടല്ലോ, എന്ത് ഭംഗിയാണെന്നറിയാമോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ തുണി കഴുകുമ്പോൾ നമുക്ക് ശരിക്കും മിസ് ചെയ്യുന്നൊരു പരിപാടിയാണിത്. അങ്ങനെ എൻ്റെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞു. ഇത് ഞാൻ നേരത്തെ ഇടാൻ മറന്നുപോയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെ പതപ്പിച്ചിട്ട് തുണി കഴുകുന്ന പരിപാടിയൊക്കെ ആദ്യം എഡിറ്റ് ചെയ്ത് വന്നതാണ്. പക്ഷേ ലാസ്റ്റിൽ എങ്ങനെ ഇത് ഇടയ്ക്ക് കയറിപ്പോയി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാക്ക് സൈഡിലുള്ള വിശാലമായ തുണി വിരിക്കുന്ന സ്ഥലവും വാഷിംഗ് ഏരിയ ഒക്കെ ആയിട്ട് വരുന്നത്. വളരെ നല്ല സ്ഥലമാണ്. വേറെയും കുറേ പ്ലേസസൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് എന്തോ ഇഷ്ടം ഇതാണ്. പിന്നെ ഇത് ഞങ്ങളുടെ ശാലുക്കുട്ടൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൈപ്പിൽ വെള്ളം വരുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടാവും. അതൊന്നും വേണ്ട, ഇത് മതി. അത് കണ്ടു ചിരിക്കുന്ന ഞങ്ങളുടെ ചിന്നു. വീഡിയോ എടുക്കുകയാണ്, പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും അലക്കിയൊക്കെ തീർന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോയി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീഡിയോ.